ഹംസാക്ക ഇവിടെ ചെടി നനച്ചു കൊണ്ടിരിക്കാനല്ല വെറുതെ അങ്ങാടിക്ക് കാണാത്ത ഹംസാക്ക നിങ്ങളെന്താ ചെടി നനച്ചു കൊണ്ടിരിക്കുക ഇവിടെ ഒന്ന് വരുമോ നിങ്ങള് ഒരു ചെറിയൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ നമുക്ക് എനിക്ക് പറയാനുള്ളത്? ഞാൻ വരാം, ചോള നിക്ക്. നല്ല മൂസ എന്താ കാര്യം പറ, എന്താണ്? കുറെ ദിവസമായി ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിട്ട്. ഞാൻ സൗദിയിലും ഖത്തറിലൊക്കെ ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്താണ്. എനിക്കാണെങ്കിലോ 1500 റിയാൽ ശമ്പളമുള്ളൂ. അതിന്റെ ചെലവും വീട്ടിലെ ചെലവും പോയാലേ പിന്നെ ഒന്നും ബാക്കി ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ഈ നാട്ടിൽ നിൽക്കാണ്ട് ഇത്രയും വലിയൊരു വീടുണ്ടാക്കില്ല, ഒരു ഗൾഫിക്കും പോവാതെ അത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ ഒരു ചെറിയൊരു ഐഡിയ എനിക്കൊന്ന് പറഞ്ഞു തരും നിങ്ങള്. നമുക്ക് ഇതറിയാനാ ചെയ്തിട്ട് വന്നേണ്. ഞാൻ പറഞ്ഞുതരാം, അത് നീണ്ട ചരിത്രമാണ്. അനക്കൊന്നും അതിനെ കൂടി കഴിയൂലടാ. പൈസക്കാരനാണെങ്കില് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാനക്ക് ഐഡിയ ഒക്കെ പറഞ്ഞുതരാം, പക്ഷെ നോക്ക്. ശ്രമിച്ചൊക്കെ ഞാൻ നോക്കിക്കോളാം. പക്ഷെ നിങ്ങൾ വീടെടുത്ത കുട്ടൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരാണെങ്കിൽ എനിക്കും അതുപോലത്തെ വീടുണ്ടാക്കലില്ല. അത് എന്താ നിങ്ങൾ ഇപ്പൊ പറഞ്ഞു തരണം. ഇജാ കുന്നും മലയൊക്കെ കയറുവോ? അന്നെ കൊണ്ട് കെയ്യാണെങ്കില് 2 കുന്നും 3 കാടുണ്ട്. അത് കടന്നാല് ഇരുമ്പുംചോലക്കാടുണ്ട്, വലിയ കാടാ. അവിടെ പോയിട്ടുണ്ടെങ്കിൽ നല്ല സ്വർണം കിട്ടും. അങ്ങനെയാണെങ്കില് അത് വലിയ വീടല്ല, നല്ല വണ്ടി കൊടുക്കാം. ഈ ഇരുമ്പും ചോലക്കാട് എന്ന് പറഞ്ഞത് നമ്മളവിടെ അട്ടേനല്ലേ? പക്ഷെ അത് വലിയൊരു കാടല്ലേ? ആ കാട്ടിട്ട് അങ്ങനെ ആരും പോലില്ല. പക്ഷെ അവിടെ പോയിട്ട് എന്താ കാര്യം? ഞാൻ പോയതുകൊണ്ടാണ് എനിക്ക് വലിയ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ഞാൻ ആദ്യം ഒന്ന് പേടിച്ചിന് അവിടെ പോകുമ്പോ. പിന്നെ രണ്ടും കൽപ്പിച്ച് ഞാനാണ്ട് കയറി ആ മാലിയും കുന്നൊക്കെ കയറിയപ്പോ അവിടെ കണ്ട കാഴ്ച, അവിടെ പാമ്പ് മാണിക്കക്കല്ലിനെ കൊണ്ടിടാളാ. അവിടെ സ്വർണ്ണുണ്ട്, അത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. അവിടെ എനിക്ക് പോയാല് എനിക്കും ജയിച്ചില്ല. എന്തെന്ന് അവിടെ പാമ്പ് മാണിക്കക്കല്ല് കൂടുന്നത് ആ കാട്ടില്? അല്ല, എനിക്ക് സ്വർണം കിട്ടോ? പണ്ട് കാരണന്മാര് പറഞ്ഞു കേൾക്കണില്ല, പാമ്പ് മാണിക്കക്കല്ലിനായിട്ട് പോണെന്ന്. ആ മാണിക്കക്കല്ല് മുഴുവനും സ്വർണ്ണാണ്. ഞാൻ അവിടെ പോയി അത് നുള്ളിപ്പെറുക്കിയിട്ടാണ് ഈ പെര ഉണ്ടാക്കിയത്. പോയി അത് നുള്ളിപ്പെറുക്കിയിട്ട് പെര ഉണ്ടാക്കാൻ നോക്കാം. മതി. അല്ല, എവിടുന്ന് വരുന്നേ? അത്ര ക്ഷീണിച്ചിക്കണല്ല. എടോ ചങ്ങായി, ഞാൻ ഇരുമ്പിൻചോലക്കാട്ടില് പോയി അവിടെ സ്വർണം ഇടിച്ചിട്ട് ഇന്നെ ആ ഹംസാക്ക പറ്റിച്ചതാണ്. ഇജാ കാട്ടിക്ക് പോയി വന്നാ അല്ല, ജീവൻ കിട്ടിയത് ഭാഗ്യം. അവിടെ പാമ്പ്, തേള് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. സംഗതിയൊക്കെ ഞാൻ കണ്ടു പേടിച്ചിട്ടാണ് ഞാൻ വരുന്നത്. ഇന്നെ ഹംസാക്ക പറ്റിച്ചതാണ്. ആ ഹംസാക്ക എങ്ങനെ പെരെടുത്തുന്നാവോ? അയാളെ നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കി പെരണത്. അയാളെ വാക്ക് കേട്ടിക്കാണ്ട് അജി ആ കാട്ടു പോയിക്കണത്. അയാളാണ് എന്നെ പറ്റിച്ചത്. ആ വരുന്ന ആള് അന്നല്ലേ? ആ ഹംക്കാനെ ഞാൻ കാണിച്ചു കൊടുത്തോളാം. ഹംസാക്ക അവിടെ നിക്കേ. നിങ്ങളെ ആ കാട്ടിലെ സ്വർണ്ണം ഉണ്ടെന്ന് അറിയാൻ എന്നെ പറ്റിച്ചില്ല. ആ കാട്ടിൽ നിറച്ച് പാമ്പുകളാണ്. നിങ്ങൾ ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് നടന്നാൽ ശരിയാവോ? എന്നെ പാമ്പ് കൊത്താൻ എന്റെ ഭാഗ്യം. ഈ മേലാൾക്ക് നാട്ടുകാരെ പറ്റിച്ചിട്ടൊന്ന് നോക്കോണ്ടി.